Hi all, welcome to NEET-EC. ലിവിങ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നീ രണ്ട് ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് MCQs ആണ് ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് പോയിൻറ്സും ഒറ്റ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ കിങ്ഡവും അതിലെ മെമ്പേഴ്സിൻ്റെ പേരുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഫസ്റ്റ് തന്നെ സയനോ ബാക്ടീരിയ പ്രൊട്ടിസ്റ്റ. നമുക്കറിയാം സയനോ ബാക്ടീരിയ കിങ്ഡം മൊണേറയിലെ മെമ്പറാണ്, പ്രൊട്ടിസ്റ്റയിലെ അല്ല. നെക്സ്റ്റ് അമീബ പ്രൊട്ടിസ്റ്റ. അമീബ കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ മെമ്പറാണ്. സോ ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ഓപ്ഷൻ സി മഷ്റൂം പ്ലാന്റ്. നമുക്കറിയാം മഷ്റൂം കിങ്ഡം ഫംഗയിലെ മെമ്പറാണ്, മഷ്റൂം. ഓപ്ഷൻ ഡി യൂഗ്ലീന മൊണീറ. യൂഗ്ലീന കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ മെമ്പറാണ്. സോ ഹിയർ ആൻസർ ഈസ് അമീബ പ്രൊട്ടിസ്റ്റ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ, വൈറസസ് ആർ പ്ലേസ്ഡ് ഔട്ട്സൈഡ് ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതായത് വൈറസിനെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് കറക്റ്റാണ്. നമുക്കറിയാം വൈറസിനെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അസേർഷൻ കറക്റ്റാണ്. ഇനി റീസൺ, വൈറസസ് ലാക്ക് സെല്ലുലാർ ഓർഗനൈസേഷൻ ആൻഡ് എക്സിബിറ്റ് ലിവിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓൺലി ഇൻസൈഡ് എ ഹോസ്റ്റ് സെൽ. റീസൺ പറയുന്നത് വൈറസിന് സെല്ലുലാർ ഓർഗനൈസേഷൻ ഇല്ല, അതുപോലെ തന്നെ അവർ ഒരു ഹോസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ മാത്രമാണ് ലിവിങ് ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നതെന്ന്. ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ആദ്യം തന്നെ വൈറസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. വൈറസിന് ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടീൻ കോട്ടും ഉണ്ട്. ഈ ജനറ്റിക് മെറ്റീരിയൽ ഒന്നുകിൽ ഒരു RNA ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു DNA ആയിരിക്കാം. RNA or DNA ആണ് വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ. അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടീൻ കോട്ടുണ്ട്, അതാണ് ക്യാപ്സിഡ്. പ്രോട്ടീൻ കോട്ടാണ് ക്യാപ്സിഡ്. ഇനി ക്യാപ്സിഡ് കുറേ സബ് യൂണിറ്റ്സ് ചേർന്നിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്, അതാണ് ക്യാപ്സോമിയേഴ്സ്. ക്യാപ്സോമിയേഴ്സ് എന്ന് പറയുന്ന കുറേ സബ് യൂണിറ്റ്സ് ചേർന്നിട്ടാണ് ക്യാപ്സിഡ് ഉണ്ടായിട്ടുള്ളത്. ഈ ക്യാപ്സിഡാണ് വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ട്. അപ്പോൾ വൈറസിൻ്റെ സ്ട്രക്ചർ ഇതാണ്, ഒരു ജനറ്റിക് മെറ്റീരിയലും ഒരു പ്രോട്ടീൻ കോട്ടും. അത് അല്ലാതെ മറ്റ് ഓർഗാനിസത്തിൻ്റെ സെൽസിൽ കാണപ്പെടുന്ന പോലെയുള്ള മറ്റ് സെൽ ഓർഗനൽസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ വൈറസിന് സെല്ലുലാർ ഓർഗനൈസേഷൻ ഇല്ലെന്ന് പറയാം. ഇനി ഈ വൈറസ് ഒരു ഹോസ്റ്റ് സെല്ലിൻ്റെ അകത്തിരിക്കുമ്പോൾ മാത്രമാണ് ലിവിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആ ഹോസ്റ്റ് സെല്ലിൻ്റെ മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് ഈ വൈറസ് അതിൻ്റെ റെപ്ലിക്കേഷൻ, അതായത് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത്. എന്നാൽ ഹോസ്റ്റ് സെല്ലിന് പുറത്തായിട്ടിരിക്കുമ്പോൾ ഇവരൊരു ഇനേർട്ടായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, അതായത് മറ്റൊന്നുമായിട്ട് റിയാക്ട് ചെയ്യാതെ ഇനേർട്ടായിട്ടിരിക്കും. അതുകൊണ്ട് റീസണും കറക്റ്റാണ്. സോ നമുക്ക് പറയാം അസോർഷനും റീസണും കറക്റ്റാണ്. അതുപോലെ തന്നെ റീസൺ അസോർഷനെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുമുണ്ട്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. Question number 3. Which one of the following is not a criterion used by R.H. Whittaker for the 5 kingdom classification? കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ R.H. Whittaker കുറച്ച് ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടാണ് ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്തത്. ഈ ക്രൈറ്റീരിയ അല്ലാത്തത് ഏത്? സെൽ സ്ട്രക്ചർ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ക്ലോറോഫിൽ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. അപ്പം ഏതൊക്കെ ക്രൈറ്റീരിയ ആണ് വിറ്റാക്കർ യൂസ് ചെയ്തതെന്ന് നോക്കാം. ആദ്യത്തത് സെൽ സ്ട്രക്ചർ, അതായത് ഒരു ഓർഗാനിസം പ്രോക്യാരിയോട്ടാണോ അതോ യൂക്യാരിയോട്ടാണോ. ക്യാരിയോട്ടിന് ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസോ ന്യൂക്ലിയർ മെംബ്രെയിനോ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസോ ഇല്ല. എന്നാൽ യൂക്യാരിയോട്സിന് ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസും അതിനെ കവർ ചെയ്ത് ന്യൂക്ലിയർ മെംബ്രെയിനും പിന്നെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് സെൽ ഓർഗനൽസും ഉണ്ട്.
ഇതാണ് സെൽ സ്ട്രക്ചറിൽ വിറ്റാക്കർ നോക്കിയത്. പ്രോക്യാരിയോട്ട് ആണോ യൂക്യാരിയോട്ട് ആണോ. ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയനാണ് ബോഡി ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡി എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അതൊരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണോ അതോ മൾട്ടി സെല്ലുലാർ ആണോ. ഇനി മൾട്ടി സെല്ലുലാർ ആണെങ്കിൽ തന്നെ അവർക്ക് ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ ആണോ, ഓർഗൻ ലെവലാണോ, അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവലാണോ. ഹ്യൂമൻ ബീയിങ്സിൻ്റെ കാര്യം എടുത്താൽ നമുക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. കാരണം നമ്മുടെ ബോഡിയിൽ ഓരോ ഫങ്ഷൻ ചെയ്യാനും അതിനൊരു സിസ്റ്റം ഉണ്ട്, ഓർഗൻ സിസ്റ്റം ഉണ്ട്. അതായത് ഡൈജഷൻ അല്ലെങ്കിൽ ദഹനത്തിന് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, എക്സ്ക്രീഷന് എക്സ്ക്രീറ്ററി സിസ്റ്റം ഉണ്ട്, അതുപോലെ നെർവസ് സിസ്റ്റം ഉണ്ട്, സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഓരോ ഫങ്ഷൻ ചെയ്യാൻ ഓരോ ഓർഗൻ സിസ്റ്റം തന്നെ ഉണ്ട്. അങ്ങനെയുള്ളവരാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇനി ഓരോ ഫങ്ഷൻ ചെയ്യാൻ ഒരൊറ്റ ഓർഗൻ മാത്രമേ ഉള്ളെങ്കിൽ അതാണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇനി ഏതെങ്കിലും ഒരു ഫങ്ഷൻ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് സെൽസ് ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ബോഡിയിൽ ഓരോ ഫങ്ഷൻ ചെയ്യാനും ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ഉള്ളതെങ്കിൽ അവരെ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കും. ഇനി അങ്ങനല്ല, ഓരോ ഫങ്ഷൻ ചെയ്യാനും ഓരോ സെൽസ് ആണുള്ളതെങ്കിൽ അവയെ മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കും. ഇനി ചില ഓർഗാനിസംസ് യൂണിസെല്ലുലാർ ആണ്, അവരുടെ എല്ലാ ഫങ്ഷനും ആ ഒരൊറ്റ സെല്ലിൽ തന്നെയാണ് നടക്കുന്നത്. ഇതാണ് ബോഡി ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ക്രൈറ്റീരിയയാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അതായത് ഓർഗാനിസം ഓട്ടോട്രോപ്പ് ആണോ അതോ ഹെട്രോട്രോപ്പ് ആണോ, ഓട്ടോട്രോപ്പിക് ആണോ അതോ ഹെട്രോട്രോപ്പിക് ആണോ. ഇനി ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫുഡ് അവർക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും, അങ്ങനെയുള്ളവരാണ് ഓട്ടോട്രോപ്സ്. അല്ലാതെ ഫുഡിന് വേണ്ടിയിട്ട് മറ്റ് ഓർഗാനിസത്തിനെ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് ഹെട്രോട്രോപ്സ്. ഹെട്രോട്രോപ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഒന്നുകിൽ സാപ്രോഫൈറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പാരസൈറ്റിക് ആയിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. പിന്നെ അല്ലാതെ തന്നെ ന്യൂട്രീഷനെ നമുക്ക് അബ്സോർപ്റ്റീവ് ന്യൂട്രീഷൻ എന്നും ഇൻജസ്റ്റീവ് ന്യൂട്രീഷൻ എന്നും വിളിക്കാം, അല്ലെങ്കിൽ ഹോളോസോയിക്ക്. അതായത് ഹ്യൂമൻ ബീങ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഹോളോസോയിക്ക് അല്ലെങ്കിൽ ഇൻജസ്റ്റീവ് ന്യൂട്രീഷനാണ്. അതായത് ഫുഡ് നമ്മുടെ ബോഡിക്കുള്ളിലേക്ക് കടത്തിവിട്ട് ഡൈജഷന് ശേഷമാണ് നമുക്ക് ആവശ്യമായ എനർജി അതിൽ നിന്ന് ലഭിക്കുന്നത്. എന്നാൽ മറ്റ് ചില ഓർഗാനിസംസ്, അതായത് സാപ്രോഫൈറ്റ്സ് ഒക്കെ അബ്സോർപ്റ്റീവ് ന്യൂട്രീഷനാണ്. അവരുടെ ചുറ്റുപാടുമുള്ള ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള എനർജി അബ്സോർബ് ചെയ്യുന്നു. അതാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഇനി നാലാമത്തെ ക്രൈറ്റീരിയൻ ആയിരുന്നു റീപ്രൊഡക്ഷൻ. അതായത് ഓർഗാനിസത്തിൻ്റെ റീപ്രൊഡക്ഷൻ ഏത് ടൈപ്പാണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ, അതും അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണോ എന്ന് നോക്കുന്നു. അഞ്ചാമത്തെ ക്രൈറ്റീരിയനാണ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ആണ്. അതായത് ഓർഗാനിസത്തിൻ്റെ പരിണാമം, എവല്യൂഷനിൽ ഓരോ ഓർഗാനിസം തമ്മിലുള്ള റിലേഷൻ, അവരുടെ കണക്ഷൻ, അതിനെപ്പറ്റിയൊക്കെ ഉള്ളതാണ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഈ 5 ക്രൈറ്റീരിയയാണ് വിറ്റാക്കർ യൂസ് ചെയ്തത്. സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതിൽ പെടാത്തത് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ക്ലോറോഫിൽ. ക്ലോറോഫിൽ ഉണ്ടോ ക്ലോറോഫിൽ ഇല്ലയോ അതൊരു ക്രൈറ്റീരിയ അല്ലായിരുന്നു. സോ ഓപ്ഷൻ ഈസ് സി. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നതാണ് RH വിറ്റാക്കർ. അദ്ദേഹം 1969 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് പ്രോക്യാരിയോട്ടിക് ഓർഗാനിസംസ് എല്ലാം കിങ്ഡം മൊണേറയിലാണ് ഉള്ളത്. ഇനി യൂണിസെല്ലുലാർ യൂക്യാരിയോട്സിനെ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടുത്തി. മൾട്ടി സെല്ലുലാർ യൂക്യാരിയോട്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, സെൽ വോൾ ഉള്ളവരും സെൽ വോൾ ഇല്ലാത്തവരും. സെൽ വോൾ ഇല്ലാത്തവരെ എല്ലാം കൂടെ കിങ്ഡം അനിമേലിയയിൽ ഇൻക്ലൂഡ് ചെയ്തു. സെൽ വോൾ ഉള്ളവരെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഫോട്ടോട്രോപ്പിക് ആണോ അതോ ഹെട്രോട്രോപ്പിക് ആണോ എന്ന് വെച്ചിട്ട്. ഫോട്ടോട്രോപ്പിക് ആയിട്ടുള്ളവർ കിങ്ഡം പ്ലാന്റയിലും ഹെട്രോട്രോപ്സിനെ കിങ്ഡം ഫംഗയിലും ഇൻക്ലൂഡ് ചെയ്തു.
ഇതാണ് RH വിറ്റാക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, ഈസ്റ്റ് റീപ്രൊഡ്യൂസസ് ബൈ ബഡ്ഡിങ്. ഈസ്റ്റ് ബഡ്ഡിങ് വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ എന്താണ് ഈസ്റ്റ്? ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ ഫംഗസ് ആണ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിസെല്ലുലാർ ഫംഗസ് ആണ് ഈസ്റ്റ്. ഇനി ഈസ്റ്റ് ബഡ്ഡിങ് കാണിക്കുന്നുണ്ട്. എന്താണ് ബഡ്ഡിങ്? ഇവിടെ ഒരു ഈസ്റ്റ് സെൽ, അല്ലെങ്കിൽ അതിനെ നമുക്ക് മദർ സെൽ എന്ന് വിളിക്കാം. ഒരു ഈസ്റ്റ് സെൽ ഇരിക്കുകയാണ്, അതിലൊരു ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ടാവുന്നു. അതാണ് ഡെവലപ്പിംഗ് ബഡ്. ഇനി ഈ ഡെവലപ്പിംഗ് ബഡ് കുറച്ചുകൂടെ ഡെവലപ്ഡ് ആവുന്നു. അപ്പോൾ നമുക്കതിനെ ഡോട്ടർ സെൽ എന്ന് വിളിക്കാം. അതിനുശേഷം ഈ ഡോട്ടർ സെല്ല് മദർ സെല്ലിൽ നിന്ന് സെപ്പറേറ്റഡ് ആവുന്നു. എന്നിട്ട് ഡോട്ടർ സെല്ലും മദർ സെല്ലും രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ട് വളരുന്നു. ഇതാണ് ഈസ്റ്റ് കാണിക്കുന്ന ബഡ്ഡിങ്. അപ്പോൾ ഈസ്റ്റിൻ്റെ റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് ബഡ്ഡിങ്. ഇതിൽ മദർ സെല്ലിൽ ആദ്യം ഒരു പ്രൊജക്ഷൻ പോലെ ഒരു ബഡ് ഉണ്ടാകുന്നു. അതിനുശേഷം ബഡ് കുറച്ച് മെച്ചുറായിട്ട് ആ ഡോട്ടർ സെല്ല് മദർ സെല്ലിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി പിന്നീട് രണ്ട് ഓർഗാനിസംസ് ആയിട്ട് മാറുന്നു. സോ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി, റൈസോപ്പസ് റീപ്രൊഡ്യൂസസ് ബൈ സ്പോർസ്. റൈസോപ്പസ് സ്പോർസ് വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്പോർസ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിനായിട്ടും ഫംഗസ് ആണ്. കിങ്ഡം ഫംഗയിലെ ആൾക്കാരാണ് സ്പോർസ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ റൈസോപ്പസും ഫംഗെ എന്ന് പറയുന്ന കിങ്ഡത്തിലെ ഒരു മെമ്പറാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ സി, മഷ്റൂംസ് ബിലോങ്സ് ടു ബെസിഡിയോമൈസീഡ്സ്. മഷ്റൂംസ് ബെസിഡിയോമൈസീഡ്സിലാണ് ഉൾപ്പെടുന്നത്. ബെസിഡിയോമൈസീഡ്സ് നമുക്കറിയാം ഫംഗെ തന്നെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഗ്രൂപ്പാണ് ബെസിഡിയോമൈസീഡ്സ്. അപ്പോൾ മഷ്റൂം എന്ന് പറയുന്നത് ബെസിഡിയോമൈസീഡ്സിൽ പെടുന്നതാണെന്നാണ് പറയുന്നത്. ഇതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ ഡി, ഓൾ ഫംഗി ആർ ഓട്ടോട്രോപ്പിക്. ഫംഗസ് എല്ലാം ഓട്ടോട്രോപ്പിക് ആണ്, അതായത് അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന്. പക്ഷെ അത് റോങ് ആണ്. കാരണം ഫംഗസ് ഹെട്രോട്രോപ്പിക് ആണ്. ഹെട്രോട്രോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയാണ് ഫംഗെ എന്നും പറഞ്ഞ് ഒരു ഗ്രൂപ്പായിട്ട് RH വിറ്റാക്കർ ക്ലാസിഫൈ ചെയ്തത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റോങ് ആയിട്ടുള്ള ഓപ്ഷൻ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവിടെ രണ്ട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ പിക്ചർ ആസ്പെർജില്ലസിൻ്റെയാണ്. ആസ്പെർജില്ലസ് എന്ന് പറയുന്ന ഫംഗസിൻ്റെയാണ് ഫസ്റ്റ് പിക്ചർ. രണ്ടാമത്തെ പിക്ചർ മ്യൂക്കർ എന്ന് പറയുന്ന ഫംഗസിൻ്റെയാണ്. അപ്പോൾ ഫംഗസ് സ്പോർ ഫോം ചെയ്യുന്നത്, ഇത് ഫംഗസിൻ്റെ ഹൈഫ ആണെങ്കിൽ ഹൈഫയുടെ മുകളിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടൊരു സ്ട്രക്ചർ വരും. അതിൻ്റെ എൻഡിൽ ഒരു ബൾജ് ഉണ്ട്. അപ്പോൾ ഈ സ്ട്രക്ചറിനെ മൊത്തത്തിൽ ഫ്രൂട്ടിംഗ് ബോഡി എന്നാണ് പറയുന്നത്. ഈ ഫ്രൂട്ടിംഗ് ബോഡിയിലാണ് സ്പോർസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ചില ഫംഗസിൽ ഈ ഫ്രൂട്ടിംഗ് ബോഡിയുടെ പുറത്തേക്കാണ് സ്പോർ ഫോം ചെയ്യുന്നത്. ആദ്യത്തെ പിക്ചറിൽ കാണിച്ചിട്ടുള്ളതുപോലെ ഫ്രൂട്ടിംഗ് ബോഡിയുടെ പുറത്താണ് സ്പോർസ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളതിനെ എക്സോജീനസ് സ്പോർ ഫോർമേഷൻ എന്ന് പറയും. എക്സോജീനസ്, പുറമേ ഉള്ളത് എക്സോജീനസ്. രണ്ടാമത്തെ പിക്ചറിൽ ഈ ഫ്രൂട്ടിംഗ് ബോഡിയുടെ ഉള്ളിലാണ് ഫോം ചെയ്തിട്ടുള്ള സ്പോർസ്. അതിനെ നമ്മൾ എൻഡോജീനസ് എന്ന് പറയും. എൻഡോജീനസ് സ്പോർ ഫോർമേഷൻ, അതായത് ഫ്രൂട്ടിംഗ് ബോഡിയുടെ അകത്ത്. അപ്പോൾ എൻഡോജീനസ് സ്പോർ ഫോർമേഷൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് കിങ്ഡം ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്? താഴെ കൊടുത്തിട്ടുള്ള ഒരു കിങ്ഡത്തിൽ ഒരെണ്ണം കിങ്ഡം പ്ലാന്റേയും കിങ്ഡം ആനിമേലിയുമായിട്ടും ഒരു ലിങ്കായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതേതാണ്? ഇത് നമ്മൾ മുമ്പുള്ള ക്ലാസ്സസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, പ്രോട്ടിസ്റ്റ. അതിൻ്റെ റീസൺ എന്താണ്? കിങ്ഡം പ്രോട്ടിസ്റ്റയിലുള്ള മെമ്പറാണ് ക്ലോറല്ല, അതുപോലെ തന്നെ ക്ലാമിഡോമോണാസ്. ക്ലോറല്ല ആൻഡ് ക്ലാമിഡോമോണാസ്, ഈ രണ്ട് ഓർഗാനിസത്തിനും സെൽ വോൾ ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് എന്തുകൊണ്ട്? ക്ലോറോഫിൽ പിഗ്മെൻറ്റും ഉണ്ട്. സെൽ വോളും ഉണ്ട്, ക്ലോറോഫിൽ പിഗ്മെൻറ്റും ഉണ്ട്. അതുകൊണ്ട് ഈ ഓർഗാനിസത്തിനെ നേരത്തെ
കിങ്ഡം പ്ലാന്റയിലായിരുന്നു ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ക്ലോറലിനെയും ക്ലാമിഡോമോണാസിനെയും. കാരണം അവർക്ക് സെൽ വോൾ ഉണ്ട്, അതുപോലെ ക്ലോറോഫിൽ കണ്ടന്റും ഉണ്ട്, ക്ലോറോഫിൽ പിഗ്മെന്റും ഉണ്ട്. അതുകൊണ്ട് കിങ്ഡം പ്ലാന്റയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഇനി പ്രോട്ടിസ്റ്റയിലെ തന്നെ മറ്റ് മെമ്പേഴ്സാണ് അമീബ, അതുപോലെ പാരമീസിയം. ഈ രണ്ട് മെമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? ഇവർക്ക് സെൽ വോൾ ഇല്ല. അതുപോലെ തന്നെ അവരുടെ ഫുഡ് ക്യാപ്ചർ ആനിമൽസിനെ പോലെയാണ്. അതായത് അമീബ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫുഡ് വന്നാൽ അമീബയുടെ സ്യൂഡോപോഡിയ ഈ ഫുഡിനെ എൻഗൾഫ് ചെയ്യും. അതിൻ്റെ ചുറ്റും വന്നിട്ട് അതിനെ എൻഗൾഫ് ചെയ്ത് അതിൻ്റെ ബോഡിക്കുള്ളിലാക്കും. അതുപോലെ തന്നെ പാരമീസിയത്തിൻ്റെ ബോഡി ക്യാവിറ്റിയും പുറമേയുള്ള എൻവയോൺമെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ഗള്ളറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറുണ്ട്. ഇനി സീലിയയുടെ ഹെൽപ്പോടെ സീലിയ മൂവ് ചെയ്യുമ്പോൾ പുറമേയുള്ള വാട്ടർ ഈ ഗള്ളറ്റിൽ കൂടെ പാരമീസിയത്തിൻ്റെ ബോഡിയുടെ ഉള്ളിൽ വരും. അങ്ങനെ അത് ആ വാട്ടറിലുള്ള ഫുഡിനെ അബ്സോർബ് ചെയ്യും. ഇത് ഏകദേശം ആനിമൽസിൻ്റെ ഫുഡ് ക്യാപ്ചർ പോലെയാണ്. അതുപോലെ സെൽ വോളും ഇല്ല. കിങ്ഡം അനിമേലിയയിലെ മെമ്പേഴ്സിനും സെൽ വോളില്ല. അതുകൊണ്ട് അമീബ, പാരമീസിയം ഈ ഓർഗാനിസത്തിനെയൊക്കെ ആനിമേലിയയിലാണ് ആദ്യം ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ വേറൊരു മെമ്പറാണ് സ്ലൈം മോൾസ്. ഈ സ്ലൈം മോൾസ് അഗ്രിഗേറ്റ് ചെയ്ത് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും. ഈ സ്ട്രക്ചർ വളരും. എന്നാൽ അൺഫേവറബിൾ കണ്ടീഷനിൽ സ്ലൈം മോൾസ് എന്ത് ചെയ്യും? സ്പോർ ഫോർമേഷൻ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഫേവറബിൾ കണ്ടീഷനിൽ സ്പോർസ് ജനറേറ്റ് ചെയ്ത് പുതിയ ഓർഗാനിസമായിട്ട് മാറുന്നു. അപ്പോൾ യൂഷ്വലി സ്പോർ ഫോർമേഷൻ കാണിക്കുന്നത് കിങ്ഡം ഫംഗയാണ്. എന്നാൽ ഇവിടെ സ്ലൈം മോൾസും സ്പോർ ഫോർമേഷൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കിങ്ഡം പ്രോട്ടിസ്റ്റ കിങ്ഡം പ്ലാന്റയുമായിട്ടും കിങ്ഡം അനിമേലിയയുമായിട്ടും കിങ്ഡം ഫംഗയുമായിട്ടും ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സിമിലാരിറ്റി എമംഗ് ഓർഗാനിസംസ് ഇൻക്രീസസ് ഫ്രം കിങ്ഡം ടു സ്പീഷീസ്. കിങ്ഡത്തിൽ നിന്ന് സ്പീഷീസിലേക്ക് വരുമ്പോൾ ഓർഗാനിസംസ് തമ്മിലുള്ള സിമിലാരിറ്റി കൂടുന്നു. ഇത് കറക്റ്റ് ആണോ നോക്കാം. ഇതാണ് ടാക്സോണമിക് ഹയറാർക്കി. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ബേസിക് യൂണിറ്റും കിങ്ഡമാണ് ഏറ്റവും ഹയർ ലെവല്. അപ്പോൾ സ്പീഷീസ് നമുക്കറിയാം, സ്പീഷീസിൽ ഒരേപോലെയുള്ള, അതായത് വളരെ സിമിലർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെയാണ് സ്പീഷീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി സ്പീഷീസിൻ്റെ പ്രത്യേകത എന്താ? അവരത്രയും സിമിലർ ആയതുകൊണ്ട് തന്നെ അവർക്ക് തമ്മിൽ ഇൻ്റർബ്രീഡ് ചെയ്യാൻ പറ്റും. ബ്രീഡ് ചെയ്ത് അവരെ പോലെയുള്ള ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഓസ്പ്രിങ്ങിനെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ളവരാണ് സ്പീഷീസ്. ഇനി സ്പീഷീസുകൾ ചേർന്നിട്ടാണ് ജീനസുകൾ ഉണ്ടാവുന്നത്. ജനറുകൾ ചേർന്നിട്ടാണ് ഫാമിലി ഉണ്ടാവുന്നത്. ഫാമിലീസ് ചേർന്നാൽ ഓർഡർ, പിന്നെ അടുത്തത് ക്ലാസ്, ഫൈലം, ഏറ്റവും ലാസ്റ്റാണ് കിങ്ഡം ഉണ്ടാവുന്നത്. അപ്പം തന്നെ സ്പീഷീസിലാണ് ഏറ്റവും കൂടുതൽ സിമിലർ ആയിട്ടുള്ള ഓർഗാനിസംസ് ഉള്ളത്. കിങ്ഡം എടുക്കുകയാണെങ്കിൽ ആനിമൽ കിങ്ഡം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹ്യൂമൻസും അതുപോലെ ക്യാറ്റ്സ്, പൂച്ചകൾ അല്ലെ പട്ടികൾ, ഇവയെല്ലാം കിങ്ഡം അനിമേലിയയിൽ വരുന്നതാണ്. പക്ഷെ ഇവർ തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്താണ്? വളരെ കുറവാണ്. എന്നാൽ സ്പീഷീസ്, മനുഷ്യരുടെ സ്പീഷീസ് എടുക്കുകയാണെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള സിമിലാരിറ്റീസ് വളരെ കൂടുതലാണ്. എന്നാൽ കിങ്ഡത്തിലെ മെമ്പേഴ്സ്, അതായത് അതിൽ പല മെമ്പേഴ്സ് വരും, അവർ തമ്മിലുള്ള സിമിലാരിറ്റീസ് കുറവാണ്. അതുകൊണ്ട് കിങ്ഡത്തിൽ നിന്ന് സ്പീഷീസിലേക്ക് വരുമ്പോൾ സിമിലാരിറ്റീസ് കൂടി വരുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, നമ്പർ ഓഫ് ഓർഗാനിസം ഡിക്രീസസ് ഫ്രം കിങ്ഡം ടു സ്പീഷീസ്. കിങ്ഡത്തിൽ നിന്ന് സ്പീഷീസിലേക്ക് വരുമ്പോൾ ഓർഗാനിസത്തിൻ്റെ നമ്പർ കുറയുന്നു. ഇത് കറക്റ്റാണ്. കാരണം സ്പീഷീസിൽ ഒരു 10 ഓർഗാനിസംസ് ആണ് ഉള്ളതെന്ന് വെക്കുക. ജീനസ് ആകുമ്പോൾ പല സ്പീഷീസ് ചേർന്നിട്ടാണ് ജീനസ് ഉണ്ടാകുന്നത്. അപ്പോൾ ജീനസിൽ ചിലപ്പോൾ ഒരു 100 ഓർഗാനിസംസ് കാണും. ഫാമിലി ആകുമ്പോൾ ഇത് വീണ്ടും കൂടുന്നു. അങ്ങനെ ചിലപ്പോൾ കിങ്ഡം ആകുമ്പോഴത്തേക്ക് ഇവിടെ 1 lakh ഉണ്ടെന്ന് കരുതുക.
അതായത് കിങ്ഡത്തിൽ നിന്ന് സ്പീഷീസിലേക്ക് വരുമ്പോൾ നമ്പർ ഓഫ് ഓർഗാനിസംസ് കുറയുകയാണ് ചെയ്യുന്നത്. സ്പീഷീസിൽ കുറച്ച് നമ്പേഴ്സേ ഉള്ളൂ, കിങ്ഡം ആകുമ്പോൾ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്, അപ്പം നമ്പർ ഓഫ് ഓർഗാനിസംസ് കൂടുതലാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഡൈവേഴ്സിറ്റി ഡിക്രീസസ് ഫ്രം കിങ്ഡം ടു സ്പീഷീസ്. കിങ്ഡത്തിൽ നിന്ന് സ്പീഷീസിലേക്ക് വരുമ്പോൾ ഡൈവേഴ്സിറ്റി കുറയുന്നു. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി എന്നാണ്. സ്പീഷീസിൽ വളരെ സിമിലർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഉള്ളത്. സിമിലാരിറ്റി കൂടുമ്പോൾ വെറൈറ്റി കുറയുന്നു. എന്നാൽ കിങ്ഡത്തിൽ പല ടൈപ്പ് ഓർഗാനിസംസ് ആണ് ഉള്ളത്, അതായത് പല വെറൈറ്റികളുണ്ട്. അതുകൊണ്ട് തന്നെ കിങ്ഡത്തിലാണ് ഡൈവേഴ്സിറ്റി കൂടുതൽ, സ്പീഷീസിൽ ഡൈവേഴ്സിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകുമ്പോൾ ഡൈവേഴ്സിറ്റി കൂടുന്നു, കിങ്ഡത്തിൽ നിന്ന് സ്പീഷീസിലേക്ക് വരുമ്പോൾ ഡൈവേഴ്സിറ്റി കുറയുന്നു. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സ്പീഷീസ് ഈസ് ദ സ്മോളസ്റ്റ് ടാക്സോണമിക് കാറ്റഗറി. സ്പീഷീസ് ആണ് ടാക്സോണമിക് കാറ്റഗറിയിലെ ഏറ്റവും ചെറിയ കാറ്റഗറി. ഇത് കറക്റ്റാണ്, കാരണം സ്പീഷീസ് ആണ് ബേസിക് യൂണിറ്റ്, അതിലാണ് ഏറ്റവും കുറച്ച് ഓർഗാനിസംസ് ഉള്ളത്. അതുകൊണ്ട് ഇവിടെ തന്നിരുന്ന സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കറക്റ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓൾ ആർ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഗ്രൂപ്പ് ഈസ് നോൺ ഫോർ ഡൈക്കാരിയോട്ടിക് മൈസീലിയം? താഴെ കൊടുത്തിരിക്കുന്ന ഫംഗസ് ഗ്രൂപ്പുകളിൽ ഏതിനാണ് ഡൈക്കാരിയോട്ടിക് മൈസീലിയം ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ആദ്യം തന്നെ എന്താണ് ഡൈക്കാരിയോട്ടിക് മൈസീലിയം? ഫംഗസിൻ്റെ റീപ്രൊഡക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അതിന് 3 സ്റ്റേജ് ഉണ്ട്. ആദ്യത്തേത് പ്ലാസ്മോഗമി, അതായത് 2 ഹൈഫെ ജോയിൻ ചെയ്തിട്ട് ഉണ്ടാവുന്ന ഒരു ഹൈഫെ. അതിൽ പ്രോട്ടോപ്ലാസംസ് മാത്രമേ ഫ്യൂസ് ചെയ്യുന്നുള്ളൂ. പ്ലാസ്മോഗമിയാണ്. അപ്പോൾ പ്രോട്ടോപ്ലാസംസ് മാത്രമേ ഫ്യൂസ് ചെയ്യുന്നുള്ളൂ, ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യാതെ രണ്ടും രണ്ടായിട്ട് തന്നെ നിൽക്കുകയാണ്. ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഡൈക്കാരിയോട്ടിക് മൈസീലിയം അല്ലെങ്കിൽ ഡൈക്കാരിയോൺ ഫേസ് എന്ന് വിളിക്കുന്നത്. പ്ലാസ്മോഗമി മാത്രം നടക്കുന്നു, ഇവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ നടന്നില്ല, പ്രോട്ടോപ്ലാസം മാത്രമേ ഫ്യൂസ് ചെയ്തുള്ളൂ. ഇങ്ങനത്തെ ഒരു സ്റ്റേജിനെയാണ് ഡൈക്കാരിയോട്ടിക് മൈസീലിയം അല്ലെങ്കിൽ ഡൈക്കാരിയോൺ ഫേസ് എന്ന് വിളിക്കുന്നത്. ഇത് ഒരു ടെമ്പററി ഫേസ് ആണ്, കുറച്ച് നേരം മാത്രമേ നിൽക്കുകയുള്ളൂ. ഇതിന് ശേഷം ഈ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ട് ഒറ്റ ന്യൂക്ലിയസ് ആയിട്ട് മാറി സൈഗോട്ട് ഫോം ചെയ്തു. ഇതിനെയാണ് കാരിയോഗമി എന്ന് വിളിക്കുന്നത്. കാരിയോഗമി എന്ന് വെച്ചാൽ ന്യൂക്ലിയർ ഫ്യൂഷൻ, ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ടായിട്ട് മാറി. ഇനി ഈ സൈഗോട്ടിൽ മിയോസിസ് നടക്കും. അപ്പോൾ ഫംഗസിൻ്റെ സെക്ഷുവൽ സൈക്കിളിൽ 3 സ്റ്റേജ് ഉണ്ട്. ഒന്നാണ് പ്ലാസ്മോഗമി, അതായത് ഹൈഫയുടെ പ്രോട്ടോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു, പക്ഷെ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നില്ല, അതാണ് പ്ലാസ്മോഗമി. ഈ പ്ലാസ്മോഗമിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഡൈക്കാരിയോൺ ഫേസ് ടെമ്പററി ഫേസ് ആണ്. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു സൈഗോട്ടായിട്ട് മാറും. അങ്ങനെ ന്യൂക്ലിയർ ഫ്യൂഷനെയാണ് കാരിയോഗമി എന്ന് വിളിക്കുന്നത്. ഇനി ഈ സൈഗോട്ട് മിയോസിസ് നടത്തും. ഇതാണ് 3 സ്റ്റേജസ്. ഇനി എല്ലാ ഫംഗസിലും ഇങ്ങനെ ഒരു ഡൈക്കാരിയോൺ ഫേസ് ഇല്ല. ചില ഫംഗസിൽ മാത്രമേ ഈ ഡൈക്കാരിയോൺ ഫേസ് കാണുന്നുള്ളൂ. ബാക്കി ഫംഗസിൽ ഡയറക്റ്റ് ഈ 2 ഹൈഫേ ചേർന്നിട്ട് ഡയറക്റ്റ് ഒരു സൈഗോട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ചില ഫംഗസിൽ മാത്രമേ ഡൈക്കാരിയോൺ ഫേസ് കാണിക്കുന്നുള്ളൂ. അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ അത് ബെസിഡിയോമൈസീഡ്സിലാണ്. ബെസിഡിയോമൈസീഡ്സ് ഓൺലി. ഇതൊക്കെ മുമ്പുള്ള ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗാനിസം റീപ്രൊഡ്യൂസസ് ബൈ സ്പോർസ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഓർഗാനിസമാണ് സ്പോർസിലൂടെ റീപ്രൊഡക്ഷൻ നടത്തുന്നത്? അപ്പോൾ അത് നമുക്കറിയാം, സ്പോർ ഫോർമേഷൻ ആരുടേതാണ്? കിങ്ഡം ഫംഗയാണ്. കിങ്ഡം ഫംഗയാണ് സ്പോർ ഫോർമേഷൻ നടത്തുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗാനിസം റീപ്രൊഡ്യൂസസ് ബൈ സ്പോർസ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഓർഗാനിസമാണ് സ്പോർസ് വഴി റീപ്രൊഡക്ഷൻ നടത്തുന്നത്? നമുക്കറിയാം, സ്പോർസ് വഴി റീപ്രൊഡക്ഷൻ കാണിക്കുന്നത് കിങ്ഡം ഫംഗയിലെ മെമ്പേഴ്സാണ്. അപ്പോൾ ഇതിൽ ഏതാണ് കിങ്ഡം ഫംഗേ എന്ന് നോക്കിയാൽ മതി. എ ബാക്ടീരിയ, ബി മഷ്റൂം, സി അമീബ, ഡി യൂഗ്ലീന. സോ മഷ്റൂമാണ് കിങ്ഡം ഫംഗയിലെ മെമ്പർ.
അതുകൊണ്ട് മഷ്റൂമാണ് സ്പോർസിലൂടെ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് ആസ്കോമൈസീഡ്സ്? ആസ്കോമൈസീഡ്സിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, കോമൺലി കോൾഡ് സാക് ഫംഗി. ഇതിനെ സാക് ഫംഗി എന്നാണ് കോമൺ ആയിട്ട് അറിയുന്നത്. ഇത് കറക്റ്റ് ആണ്. കാരണം ഇവരുടെ സ്പോർസ്, സെക്ഷുവൽ സ്പോർസ് ആസ്കെ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സിലാണ് ഫോം ചെയ്യുന്നത്. ഈ ആസ്കെ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറാണ്. സാക്ക് ലൈക്ക് സഞ്ചി പോലുള്ള സ്ട്രക്ചറാണ് ആസ്കെ. അതുകൊണ്ടാണ് ഇവരെ സാക് ഫംഗി എന്ന് വിളിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സെക്ഷുവൽ സ്പോർസ് ആർ കോൾഡ് ആസ്കോസ്പോർസ്. ആസ്കോമൈസിക്സിന്റെ സെക്ഷുവൽ സ്പോർസിനെ ആസ്കോസ്പോർസ് എന്നാണ് വിളിക്കുന്നത്. അസെക്ഷുവൽ സ്പോർസ് ആർ കൊണീഡിയ. ആസ്കോമൈസിറ്റ്സിന്റെ അസെക്ഷുവൽ സ്പോർസ് ആണ് കൊണീഡിയ. അതും കറക്റ്റ് ആണ്. നാലാമത്തത്, ഫ്രൂട്ടിംഗ് ബോഡി ഈസ് ആസ്കോകാർപ്പ്. നമ്മൾ പറഞ്ഞായിരുന്നു സ്പോർ ഉണ്ടാകുന്നത് ഒരു ഫ്രൂട്ടിംഗ് ബോഡിക്കകത്താണെന്ന്. ഈ ഫ്രൂട്ടിംഗ് ബോഡിയെ ആസ്കോകാർപ്പ് എന്നാണ് വിളിക്കുന്നത്. സോ 4 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, ഓൾ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആൻസർ ഏതാണെന്ന് കണ്ടെത്തണം. വൈറസസ് ആർ ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്സ്. വൈറസ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്സ് ആണ്. ഇത് കറക്റ്റ് ആണ്. കാരണം വൈറസ് ഹോസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ഹോസ്റ്റ് സെല്ലിൻ്റെ മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഹോസ്റ്റ് സെല്ലിൽ നിന്നാണ് അവർക്ക് ആവശ്യമായ ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്സ് ആണെന്ന് പറയാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, വൈറസ് കണ്ടെയ്ൻ എയ്തർ DNA ഓർ RNA. വൈറസിന് ഒന്നുകിൽ ഒരു RNA ഉണ്ടാവും അല്ലെങ്കിൽ ഒരു DNA ഉണ്ടാവും. ഇതും കറക്റ്റ് ആണ്. കാരണം വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഒന്നുകിൽ RNAയോ അല്ലെങ്കിൽ DNAയോ ആയിരിക്കും. നെക്സ്റ്റ്, വൈറസസ് പൊസസ് റൈബോസോംസ്. വൈറസിന് റൈബോസോം ഉണ്ട്. റൈബോസോം വൈറസിന് ഇല്ല. കാരണം വൈറസിന്റെ സ്ട്രക്ചർ ഒരു ജനറ്റിക് മെറ്റീരിയലും അതിനെ ചുറ്റിയിട്ടുള്ള ഒരു പ്രോട്ടീൻ കോട്ടുമാണ്. അതുകൊണ്ട് റൈബോസോം ഇല്ല. അടുത്തത്, വൈറസസ് ക്യാൻ ബി ക്രിസ്റ്റലൈസ്ഡ്. വൈറസിനെ നമുക്ക് ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റും. ഇത് കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. 1, 2 ആൻഡ് 4 ഓൺലി. അത് മാത്രമേ ഉള്ളൂ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, അസേർഷൻ. സ്പീഷീസ് ഈസ് കൺസിഡർഡ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ്റെ ബേസിക് യൂണിറ്റ് ആയിട്ട് സ്പീഷീസിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് കറക്റ്റ് ആണ്. റീസൺ, മെമ്പേഴ്സ് ഓഫ് എ സ്പീഷീസ് ക്യാൻ ഇന്റർബ്രീഡ് നാച്ചുറലി ആൻഡ് പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്. റീസൺ പറയുന്നത് സ്പീഷീസിലെ മെമ്പേഴ്സിന് അവർക്ക് പരസ്പരം ഇന്റർബ്രീഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവരെ പോലെ തന്നെയുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള ഓസ്പ്രിങ്ങിനെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ സ്പീഷീസ് എന്താണെന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ് റീസണിൽ കൊടുത്തിരിക്കുന്നത്. അസേർഷനും റീസണും കറക്റ്റ് ആണ്. അതുപോലെ റീസൺ അസേർഷനെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് യൂഗ്ലീന ഈസ് ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ്, ഇറ്റ് ലാക്സ് എ സെൽ വോൾ. അപ്പം നമുക്കറിയാം യൂഗ്ലീന കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ യൂഗ്ലീനോയിഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ വരുന്ന മെമ്പറാണ് യൂഗ്ലീന. യൂഗ്ലീനയ്ക്ക് ഒരു സെൽ വോൾ ഇല്ല. കറക്റ്റ്. ഇറ്റ് പോസസ് എ പ്രോട്ടീൻ റിച്ച് പെല്ലിക്കിൾ. സെൽ വോൾ ഇല്ല, പകരം അവരുടെ ബോഡിക്ക് ചുറ്റും ഒരു പെല്ലിക്കിൾ എന്ന് പറയുന്ന പ്രോട്ടീൻ റിച്ച് ലെയറാണ് ഉള്ളത്. ഇതും കറക്റ്റ് ആണ്. ഇറ്റ് റിമെയിൻസ് ഫോട്ടോസിന്തറ്റിക് ഈവൻ ഇൻ ഡാർക്ക്നെസ്. അത് റോങ് ആണ്. ഇറ്റ് ബിക്കംസ് ഹെറ്ററോട്രോപ്പിക് ഇൻ ആബ്സെൻസ് ഓഫ് സൺലൈറ്റ്. സൺലൈറ്റിൻ്റെ ആബ്സെൻസിൽ ഇവർ ഹെറ്ററോട്രോപ്പിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. അത് കറക്റ്റ് ആണ്. ഇതാണ് യൂഗ്ലീനയുടെ പിക്ചർ. യൂഗ്ലീനയ്ക്കൊരു സെൽ വോൾ ഇല്ല, പകരം പെല്ലിക്കിളാണുള്ളത്. പെല്ലിക്കിൾ ഒരു പ്രോട്ടീൻ റിച്ച് ലെയറാണ്. ഒരു പ്രോട്ടീൻ റിച്ച് ലെയറാണ് പെല്ലിക്കിൾ. അതാണ് യൂഗ്ലീനയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ബോഡി ഫ്ലെക്സിബിൾ ആണ്. ഇനി
ഈ യൂഗ്ലീനയ്ക്ക് ക്ലോറോപ്ലാസ്റ്റുകളുണ്ട്. യൂഗ്ലീനയ്ക്ക് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ യൂഗ്ലീന് ഫോട്ടോസിന്തസിസിലൂടെ അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. എന്നാൽ സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഇവരെന്താ ചെയ്യുന്നത്? പ്രിഡേഷൻ ആണ് ചെയ്യുന്നത്. പ്രിഡേഷൻ, അതായത് ഇവരെക്കാൾ സ്മോളർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ പിടിച്ച് കഴിക്കുന്നു. അതാണ് പ്രിഡേഷൻ. അപ്പോൾ ഇവർ ഓട്ടോട്രോപ്സും ആണ്, അതുപോലെ ഹെട്രോട്രോപ്സും ആണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ന്യൂട്രീഷൻ എന്താണ്? മിക്സോട്രോപിക് ആണ്. മിക്സോട്രോപിക് ന്യൂട്രീഷനാണ് യൂഗ്ലീനയുടേത്. അതുപോലെ തന്നെ പ്ലാന്റ്സിനെ പോലെ ഫോട്ടോസിന്തസിസ് നടത്തുകയും ക്ലോറോപ്ലാസ്റ്റ് ഉള്ളതും കൊണ്ട് ഇവരും പ്ലാന്റ്സും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആനിമൽസിനെ പോലെ ഹെട്രോട്രോപിക്കുമാണ്. പിന്നെ പ്രിഡേഷനാണ് ഇവരുടെ ഒരു രീതി. അതും ആനിമൽസുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നുണ്ട്, യൂഗ്ലീനെ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇറ്റ് റിമെയിൻസ് ഫോട്ടോസിന്തറ്റിക് ഈവൻ ഇൻ ഡാർക്ക്നെസ്. അങ്ങനെയല്ല, ഡാർക്ക്നെസ്സിൽ ഇവർ ഹെട്രോട്രോപ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ്, TMV DNA വൈറസ്. TMV എന്ന് പറഞ്ഞാൽ ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണ്. ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ടൊബാക്കോ മൊസൈക്ക് വൈറസ് ഒരു RNA വൈറസ് ആണ്. DNA അല്ല, RNA വൈറസ് ആണ്. അടുത്തത് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. വൈറോയിഡ്. കറക്റ്റ് ആണ്. വൈറോയിഡ് കോസ് ചെയ്യുന്ന ഒരു ഡിസീസാണ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ഓപ്ഷൻ സി, എയ്ഡ്സ് DNA വൈറസ്. അല്ല, എയ്ഡ്സും ഒരു RNA വൈറസ് ആണ്. ഓപ്ഷൻ ഡി, ലൈക്കൻ പാരസൈറ്റിക് അസോസിയേഷൻ. അല്ല, ലൈക്കൻ എന്ന് പറഞ്ഞാൽ ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. ലൈക്കൻ എന്ന് പറഞ്ഞാൽ ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് വി മൂവ് ഫ്രം സ്പീഷീസ് ടു കിങ്ഡം, നമ്പർ ഓഫ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് സ്പീഷീസിൽ നിന്നും കിങ്ഡത്തിലേക്ക് പോകുമ്പോൾ കോമൺ ക്യാരക്ടേഴ്സ് അതിനെന്ത് പറ്റുന്നു? ഇൻക്രീസ് ചെയ്യുമോ, ഡിക്രീസ് ചെയ്യുമോ, അതോ സെയിം ആയിട്ട് റിമെയിൻ ചെയ്യുമോ, അതോ ഇരട്ടിക്കുമോ? ഡബിൾസ് ആണ്. അപ്പോൾ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. കിങ്ഡത്തിൽ പല വെറൈറ്റി ഉള്ള ഓർഗാനിസംസ് ആണ് ഉള്ളത്, അതായത് ഡൈവേഴ്സിറ്റി കൂടുതലാണ്. അപ്പോൾ കോമൺ ക്യാരക്ടേഴ്സ് കൂടുതലും സ്പീഷീസിലാണുള്ളത്. അപ്പോൾ സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകുമ്പോൾ നമ്പർ ഓഫ് കോമൺ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും, അതായത് കുറയും. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. 15ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കിങ്ഡം ഇൻക്ലൂഡ്സ് ഓർഗാനിസംസ് ദാറ്റ് ആർ ഹെട്രോട്രോപിക് ആൻഡ് ഇൻജസ്റ്റീവ് ഇൻ ന്യൂട്രീഷൻ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഹെട്രോട്രോപിക് ആയിട്ടുള്ള ഓർഗാനിസവും അതുപോലെ അവർ ഇൻജസ്റ്റീവ് ന്യൂട്രീഷൻ? ഇൻജസ്റ്റീവ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ അകത്തേക്ക് ഫുഡിനെ എടുത്തിട്ട് ഡൈജഷൻ നടന്ന് അങ്ങനെ എനർജി കിട്ടുന്നവരാണ് ഇൻജസ്റ്റീവ് ന്യൂട്രീഷൻ. അങ്ങനെയുള്ളവരാരാണ്? അത് നമുക്കറിയാം, നമ്മളൊക്കെ അങ്ങനെയാണ്. അപ്പം ഏതാണ്? കിങ്ഡം അനിമേലിയ. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ഏതാണ് കറക്റ്റ്ലി മാച്ച്ഡ്? വൈറോയിഡ് പ്രോട്ടീൻ കോട്ട്. അപ്പോൾ വൈറോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ കോട്ടാണ് എന്നാണ് പറയുന്നത്. അടുത്തത് വൈറസ്, DNA ആൻഡ് RNA ടുഗദർ. വൈറസിന് DNA RNA ഒരുമിച്ചുണ്ടായിരിക്കും എന്ന് പറയുന്നു. ലൈക്കൻ സിംബയോട്ടിക് അസോസിയേഷൻ. ലൈക്കൻ ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണെന്നാണ് പറയുന്നത്, അതായത് രണ്ട് പാർട്ട്നേഴ്സിനും ബെനിഫിറ്റ് കിട്ടുന്നു. അടുത്തത് ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ഇതൊരു DNA വൈറസ് ആണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഇതിൽ കറക്റ്റായിട്ടുള്ളത് ലൈക്കൻ സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. കാരണം ലൈക്കൻ എന്ന് പറഞ്ഞാൽ ആൽഗയും ഫംഗയും തമ്മിലുള്ള ഒരു മ്യൂച്വലി ബെനഫിറ്റബിൾ ആയിട്ടുള്ള റിലേഷനാണ്, സിംബയോട്ടിക് അസോസിയേഷനാണ് ലൈക്കൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി വൈറസിൽ DNA RNA ഒരുമിച്ച് കാണില്ല, ഒന്നുകിൽ ഒരു DNA അല്ലെങ്കിൽ ഒരു RNA അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി റോങ് ആയത്. ഇനി വൈറോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ കോട്ടാണെന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനല്ല, വൈറോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ DNA ആണ്. സർക്കുലർ RNA ആണ്. ഒരു നേക്കഡ് ആയിട്ടുള്ള സർക്കുലർ RNA ആണ് വൈറോയിഡ്.
ഇനി ടൊബാക്കോ മൊസൈക്ക് വൈറസ് ഒരു RNA വൈറസ് ആണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇതൊരു വൈറസിന്റെ പിക്ചറാണ്. പുറമേ കാണിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കോട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഒരു ബാക്ടീരിയോഫേജിന്റെ പിക്ചറാണ്. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞ ഒരു വൈറസ് ആണ്. പക്ഷേ ഈ വൈറസ് ബാക്ടീരിയയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസ് ആണ് ബാക്ടീരിയോഫേജ് അല്ലെങ്കിൽ ബാക്ടീരിയൽ വൈറസ്. അതിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ ലൈക്കൻ്റെ ആണ്. ലൈക്കൻ എന്ന് പറഞ്ഞാൽ ആൽഗെ പ്ലസ് ഫംഗി ആണ്. അതിൻ്റെ പിക്ചറാണ് റൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് പ്രോട്ടോസോവൻ മൂവ്സ് വിത്ത് സ്യൂഡോപോഡിയ? സ്യൂഡോപോഡിയ ഇതിലേത് പ്രോട്ടോസോവൻ്റെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്? നമുക്കറിയാം പ്രോട്ടോസോവൻസിന് ഒന്നുകിൽ സീലിയ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്ലാജെല്ല ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ സ്യൂഡോപോഡിയ ഉണ്ടായിരിക്കും. ഇതേതെങ്കിലും യൂസ് ചെയ്താണ് പ്രോട്ടോസോവൻസ് മൂവ് ചെയ്യുന്നത്. അത് ഇതിലേതാണെന്നാണ് ചോദിക്കുന്നത്. അമീബ, പാരമീസിയം, ട്രിപ്പനോസോമ, ഗിയാഡിയ. ഇതിൽ അമീബയാണ് കറക്റ്റ് ആൻസർ. സ്യൂഡോപോഡിയയുടെ വേറൊരു പേരാണ് ഫോൾസ് ഫീറ്റ്. ഫോൾസ് ഫീറ്റ് അല്ലെങ്കിൽ സ്യൂഡോപോഡിയ. അമീബയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് സ്യൂഡോപോഡ്സ് അല്ലെങ്കിൽ സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്താണ് അത് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. ഇനി പാരമീസിയത്തിൻ്റെ ചുറ്റും സീലിയാസ് ഉണ്ട്. സീലിയ ഉണ്ട് പാരമീസിയത്തിൻ്റെ ചുറ്റും. വളരെ ടൈനി ആയിട്ടുള്ള സീലിയാസ് ഉണ്ട്. അത് തൗസൻഡ്സ് ഓഫ് സീലിയാസ് ഉണ്ട്. അടുത്തത് ട്രിപ്പനോസോമ. ട്രിപ്പനോസോമയ്ക്ക് ഫ്ലാജെല്ലോ ഉണ്ട്. ട്രിപ്പനോസോമയ്ക്ക് ഫ്ലാജെല്ലോ ഉണ്ട്. ഇനി ഗിയാഡിയ. ഗിയാഡിയ എന്ന് പറയുന്നതിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതും ഒരു ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവനാണ്. ഗിയാഡിയയ്ക്കും ഫ്ലാജെല്ല ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫംഗസ് കോസസ് റസ്റ്റ് ഡിസീസ് ഇൻ വീറ്റ്? വീറ്റ് അതായത് ഗോതമ്പിൽ റസ്റ്റ് ഡിസീസ് കോസ് ചെയ്യുന്നത് ഏത് ഫംഗസ് ആണ്? അത് നമ്മൾ പഠിച്ചതാണ്. പക്സീനിയയാണ് റസ്റ്റ് ഉണ്ടാക്കുന്നത്. വീറ്റ് റസ്റ്റ് ഉണ്ടാക്കുന്നത് പക്സീനിയയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ഡയാറ്റംസ്? ഇത് ഡയാറ്റംസിനെ പറ്റിയാണ്. ഡയാറ്റംസ് എന്ന് പറഞ്ഞാൽ ക്രിസോഫൈറ്റ്സിൽ പെടുന്ന ആൾക്കാരാണ് ഡയാറ്റംസ്. ഇവരെക്കുറിച്ചുള്ളത് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദെയർ സെൽ വോൾ ഫോം ടു ഓവർലാപ്പിംഗ് ഹാഫ്സ്. നമ്മൾ ഡയാറ്റംസിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞതാണ് അവരുടെ സെൽ വോള് 2 ഓവർലാപ്പിംഗ് ഹാഫ്സ് ആയിട്ടാണ്, ഒരു സോപ്പ് ബോക്സ് പോലെയാണ് ഇരിക്കുന്നത്. ഡയാറ്റംസിൻ്റെ സെൽ വോൾസ് ഒരു 2 ഓവർലാപ്പിംഗ് ഹാഫ്സ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഒരു സോപ്പ് ബോക്സ് പോലെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദേ ആർ കോൾഡ് പേൾസ് ഓഫ് ഓഷ്യൻ. അല്ല, അവരെ എന്താണ്? ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷ്യൻ എന്നാണ് വിളിക്കുന്നത്. ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷ്യൻ. പേൾസ് ഓഫ് ഓഷ്യൻ അല്ല, ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷ്യൻ എന്നാണ് വിളിക്കുന്നത്. ദെയർ ഡെപ്പോസിറ്റ്സ് ഫോം ഡയാറ്റമേഷ്യസ് എർത്ത്. നമ്മൾ പറഞ്ഞു ഇവരുടെ സെൽ വോളിൽ സിലിക്ക കണ്ടന്റ് ഉണ്ട്. സിലിക്ക എന്ന് പറഞ്ഞാൽ ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഡെത്തിന് ശേഷം ഇവരുടെ ഹാബിറ്റാറ്റിൽ ഈ സെൽ വോൾ പൊടിഞ്ഞിട്ട് ഒരു ഡെപ്പോസിറ്റ് ഉണ്ടാവും. അതിനെയാണ് ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് വിളിക്കുന്നത്. ദേ ആർ ഇമ്പോർട്ടൻറ്റ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. ഇവരാണ് ഓഷ്യനിലെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. അതായത് അവരാണ് ഫോട്ടോസിന്തസിലൂടെ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതും കറക്റ്റായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ 1, 3 and 4 ആർ കറക്റ്റ്. ഓപ്ഷൻ ബി 1, 3 and 4 ഓൺലി. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇത് പ്ലാന്റ്സിലെ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, സ്പോറോഫൈറ്റ് ഈസ് ഡിപ്ലോയിഡ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ്, സ്പോറോഫൈറ്റ് ഈസ് ഡിപ്ലോയിഡ്. സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ് ആണെന്ന് പറയുന്നു. ഇത് കറക്റ്റാണ്. ഗമറ്റോഫൈറ്റ് ഈസ് ഹാപ്ലോയിഡ്.
ഗെമറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ആണ്, ഇതും കറക്റ്റ് ആണ്. മിയോസിസ് ഒക്കേഴ്സ് ഇൻ സ്പോറോഫൈറ്റ്, കറക്റ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ റെസ്റ്റോഴ്സ് ഡിപ്ലോയിഡി, ഫെർട്ടിലൈസേഷനിലൂടെ ഡിപ്ലോയിഡി വീണ്ടും റെസ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ 4 ഓപ്ഷൻസും കറക്റ്റ് ആണ്. ഇനി എന്താണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് നോക്കാം. അതായത് പ്ലാന്റ്സ് അവരുടെ ലൈഫ് സൈക്കിളിൽ 2 ഫേസ് കാണിക്കുന്നുണ്ട്. ഒന്ന് സ്പോറോഫൈറ്റും മറ്റൊന്ന് ഗ്യാമറ്റോഫൈറ്റും. സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് ആണ്. സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് സ്റ്റേറ്റ് ആണ്. ഗ്യാമറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ആണ്. ഗ്യാമറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ഫേസ് ആണ്. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിൻ്റെ ഫുൾ സെറ്റ് ക്രോമസോംസ് പെയർഡ് ആയിട്ട് കാണപ്പെടുന്നു. അതായത് ഹ്യൂമൻസിന് 46 ക്രോമസോംസ് ആണ് ഉള്ളത്. അതായത് 23 പെയർ. അങ്ങനെ ആ 23 ക്രോമസോംസും പെയേഴ്സ് ആയിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ടോട്ടൽ 46 ആയിട്ട്. അതിനെയാണ് ഡിപ്ലോയിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ 23 ക്രോമസോംസ് അൺപെയർഡ് ആയിട്ട് നിൽക്കുകയാണ്. അതിനെയാണ് ഹാപ്ലോയിഡ് എന്ന് പറയുന്നത്. അതായത് ഓരോ ഓർഗാനിസത്തിൻ്റെ പെയർഡ് ആയിട്ടുള്ള ഫുൾ സെറ്റ് ക്രോമസോമിനെ ഡിപ്ലോയിഡ് എന്നും അൺപെയർഡ് ആയിട്ടുള്ള ക്രോമസോംസിനെ ഹാപ്ലോയിഡ് എന്നും പറയാം. അപ്പോൾ സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് സ്റ്റേറ്റ് ആണ്. അതിനെ നമ്മൾ 2n എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഈ സ്പോറോഫൈറ്റിൽ മിയോസിസ് നടക്കും. മിയോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് ആയിട്ട് മാറും. ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിൽ മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് ആയിട്ട് മാറുന്നു. ഇനി സ്പോർസിൽ മൈറ്റോസിസ് നടക്കും. മൈറ്റോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷണൽ ഡിവിഷൻ എന്നാണ് പറയുന്നത്. അതായത് ഹാപ്ലോയിഡിലാണ് നടക്കുന്നതെങ്കിൽ റിസൾട്ടും ഹാപ്ലോയിഡ് തന്നെ ആയിരിക്കും. എന്നാൽ ഡിപ്ലോയിഡിലാണ് മൈറ്റോസിസ് നടക്കുന്നതെങ്കിൽ റിസൾട്ടും ഡിപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറിൽ മൈറ്റോസിസ് നടന്നാൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമറ്റോഫൈറ്റ് ഫോം ചെയ്യും. ഇനി ഗ്യാമറ്റോഫൈറ്റ് ആണ് ഒന്നുകിൽ സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഗ്യാമറ്റോഫൈറ്റിൽ നിന്ന് ഉണ്ടാകുന്ന ആയതുകൊണ്ട് തന്നെ ഇത് ഹാപ്ലോയിഡ് ആണ്. സ്പേമും എഗ്ഗും ഹാപ്ലോയിഡ് ആണ്. ഇനി ഫെർട്ടിലൈസേഷൻ നടന്ന് 2 ഹാപ്ലോയിഡ് തമ്മിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഇനി ഈ സൈഗോട്ടിൽ മൈറ്റോസിസ് അതായത് ഇക്വേഷണൽ ഡിവിഷൻ നടന്നിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ആയിട്ട് മാറുന്നു. ഇതാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ഹാപ്ലോയിഡ് സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സ്പോർസിൽ മൈറ്റോസിസ് നടന്ന് ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാകുന്നു. ഇനി ഗ്യാമറ്റോഫൈറ്റിൽ നിന്നുണ്ടാകുന്ന എഗ്ഗും സ്പേമും ഹാപ്ലോയിഡ് ആണ്. ഇവർ ഫെർട്ടിലൈസേഷനിലൂടെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടായിട്ട് മാറുന്നു. ഈ സൈഗോട്ട് മൈറ്റോസിസ് നടന്നിട്ട് വീണ്ടും സ്പോറോഫൈറ്റ് ആയിട്ട് മാറുന്നു. ഇതാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അപ്പം ഇത്രയാണ് ഈ ക്ലാസ്സിൽ ഉള്ളത്. ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. താങ്ക് യു.